ഹലോ മൈ ഫാമിലി, എല്ലാവർക്കും അസ്സലാം വലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? എനിക്കും ബാബാസിക്കും ജേജുട്ടനും അൽഹംദുലില്ലാ ഇവിടെ റാഹത്താണ്. പിന്നെ ബാബാസും ജേജുട്ടനും ഉറങ്ങാണ്. ഇപ്പൊ ചോദിക്കും ഇപ്പൊ ഉറങ്ങണം എന്താന്ന്. അവര് രാത്രി ഇപ്പൊ സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ ബോറിംഗ് അല്ലേ, എവിടെയും കൊണ്ടുപോകാറൊന്നുമില്ലല്ലോ എപ്പോഴൊന്നും. അപ്പൊ പകലൊക്കെ ചിലപ്പോൾ കിടന്നുറങ്ങി പോകും. അപ്പൊ രാത്രി ലേറ്റ് ആയിട്ട് ഉറങ്ങും. അപ്പൊ രാവിലെ എഴുന്നേക്കില്ല. അങ്ങനത്തെ ഒക്കെ എന്താ പറയാ, അങ്ങനത്തെ ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകും അല്ലെങ്കിൽ ഡ്രൈവിങ്ങിന് പോകും. അപ്പൊ അവർ എഴുന്നേറ്റ് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ അവര് പകല് കിടന്നുറങ്ങും. അപ്പൊ അവര് ഉറങ്ങാണ്. ഞാൻ എഴുന്നേറ്റ് എന്റെ രാവിലത്തെ ചായ കുടിച്ചില്ല, കോഫി ഉണ്ടാക്കി കുടിച്ചു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാറില്ല, കാരണം അവര് കഴിക്കാറില്ല. അവര് ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ പറയും, മമ്മി എനിക്ക് ഇന്ന സാധനം ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന് പറഞ്ഞ് ഉണ്ടാക്കി കൊടുക്കാറാണ്. അവര് സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല, ഞാനും കഴിക്കാറില്ല. അപ്പൊ ഞാൻ 2 കോഫി കുടിച്ചു. പിന്നെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാഷ്യൂം കോഫിയാണ് രാവിലെ. ആദ്യമൊക്കെ ഈന്തപ്പഴമൊക്കെ തിന്നായിരുന്നു. പിന്നെ ഇപ്പൊ ഈന്തപ്പഴം ചിലപ്പോൾ തിന്നും, അങ്ങനെയാണ്. അല്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല. എന്റെ രാവിലത്തെ അത് കഴിഞ്ഞു. കോഫിയും കുടിച്ചു, 3-4 കാഷ്യൂം കഴിച്ചു. അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവർക്കും ഒരു സംശയമുണ്ട്. സംശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, 6ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ള ഒരാൾ എങ്ങനെ നഴ്സിംഗ് എടുക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ചിലപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർക്ക് ഒരു ഹെൽപ്പ് ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. വലിയ മോട്ടിവേഷൻ ഒന്നുമല്ല കേട്ടോ. എല്ലാവർക്കും, ചില ആളുകൾക്ക്, ചില വീട്ടമ്മമാർക്കൊക്കെ ഒരു ഹെൽപ്പ് ആവുന്ന വീഡിയോ ആവാൻ സാധ്യതയുണ്ട്. ഒരാൾക്കെങ്കിലും സഹായമായ അത്രയായില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇവിടെ വന്ന് അമേരിക്കയിൽ വന്ന് 2 മാസമായപ്പോൾ ഞാൻ ക്ലാസ്സിന് ചേർന്നെന്ന് ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളുടെ അടുത്ത്. വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ എന്ത് ക്ലാസ്സിനാ ചേർന്നെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഇംഗ്ലീഷ് ക്ലാസ്സിന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മുടെ പുറം രാജ്യത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർ, എത്ര മാസ്റ്റർ ഡിഗ്രി വരെയുള്ള ആൾക്കാരായാലും ഇവിടെ വന്നിട്ട് ESL ക്ലാസ്സിൽ ചേർന്നിട്ട് മാത്രമേ അവർക്ക് മറ്റൊരു കോഴ്സ് ഇവിടെ പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ആര് വന്നാലും. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ചേർന്നത് ESL ക്ലാസ് ആണ്. അത് ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ആൾക്കാർക്കുള്ള ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ആണ്. അതും കോളേജിൽ തന്നെയാണ്, നമ്മുടെ കമ്മ്യൂണിറ്റി കോളേജ്, ഗവൺമെന്റ് കോളേജിലാണ് ചേരുന്നത്, അല്ലാതെ പ്രൈവറ്റ് ആയിട്ടൊന്നും അത് പഠിപ്പിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ചേർന്ന് 6 മാസമായപ്പോഴത്തേക്കും ഞാൻ നന്നായിട്ട് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും സംസാരിക്കാനും എല്ലാം അതിന്റെ ഡെഫിനിഷനും എല്ലാം പഠിച്ചത് കൊണ്ട് തന്നെ 6 മാസം കഴിഞ്ഞപ്പോ ഞാൻ നഴ്സിംഗ് എടുത്ത് എങ്ങനെയാണെന്നിട്ട് പറഞ്ഞു വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും, ഒരുവിധം എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരുടെ ഒക്കെ സംശയമായിരുന്നു. സ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിലുള്ള ആൾക്കാരുടെ സംശയങ്ങളായിരിക്കും. കാരണം ഇച്ചിരി പ്രായം ചെയ്യുന്ന കഴിഞ്ഞാൽ സ്കൂളിലൊക്കെ പോവാന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ നാണക്കേടുള്ള കാര്യമല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിശദമായിട്ട് പറയുന്നത്. അപ്പൊ 6 മാസം ഇംഗ്ലീഷ് ESL ക്ലാസ്സിൽ ഞാൻ പോയപ്പോഴേക്ക് 6 മാസം നമ്മൾ മുടങ്ങാതെ പോകണം. നമുക്ക് എത്ര ക്ലാസ് വേണേലും അറ്റൻഡ് ചെയ്യാം. അതായത് റീഡിങ്, റൈറ്റിങ്, സ്പീക്കിങ്, അങ്ങനെ ഏതാ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇത്ര ടൈം മുതൽ ഇത്ര ടൈം. ഇപ്പൊ രാവിലെ 8 മണി മുതൽ 10 മണി വരെ റീഡിങ് റൈറ്റിംഗ് ആണെങ്കിൽ 10:15 മുതൽ 11:15 വരെ സ്പീക്കിംഗ് ആയിരിക്കും, കോൺവെർസേഷൻ ആയിരിക്കും. അങ്ങനെ ചില ക്ലാസ്സുകളുണ്ട്. അപ്പൊ 3, 4, 5 ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ ഈ 6 മാസം കൊണ്ട് നമ്മുടെ ഇംഗ്ലീഷ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കത് പഠിച്ചെടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ നമ്മളത് ഇംപ്രൂവ് ചെയ്ത് നമ്മളുടെ സ്വപ്നത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഇപ്പോഴും ഞാൻ പറയുന്ന ഇംഗ്ലീഷിൽ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്, എനിക്ക് ക്ലിയർ ആയിട്ട് എന്നാലും അറിയില്ല. പക്ഷെ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടി. ആ സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ GEDക്ക് ചേർന്നു. GEDക്ക് ചേർന്ന് 3 മാസമായപ്പോഴത്തേക്കും ഞാൻ GED ഹൈസ്കൂൾ ഡിപ്ലോമ, എനിക്ക് ഹൈസ്കൂൾ ഡിപ്ലോമ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ GEDക്ക് ചേർന്നു. GEDക്ക് ചേർന്ന് 3 മാസമായപ്പോൾ അതിന്റെ പരീക്ഷ എഴുതി, അതിൽ ഞാൻ പാസ്സായി. അതിൽ പാസ്സായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ നഴ്സിംഗിന് ചേർന്നത്. നഴ്സിംഗിന് ചേർന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം CNA ആണ് എടുത്തത്. CNA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ജസ്റ്റ് മെഡിക്കേഷൻ മാത്രം പാസ് ചെയ്യുക, പിന്നെ ഇൻസുലിൻ എടുക്കുക, ഹെൽപ്പിങ്, മറ്റേ അസിസ്റ്റന്റ് നഴ്സിംഗ് എന്നൊക്കെ പറയും ഇവിടെ. അത് മാത്രമല്ല, ഇപ്പം നമ്മൾ ഫെസിലിറ്റിയിലൊക്കെ പോവുകയാണെങ്കിൽ, ഓൾഡ് പീപ്പിളൊക്കെ നമ്മൾ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ മെഡിക്കേഷൻ മാത്രം ഹെൽപ്പ് ചെയ്താൽ മതി. അങ്ങനെയാണ്, അതിനാണ് ഞാൻ ആദ്യം ചേർന്നത്. അപ്പൊ
ഇപ്പൊ എനിക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെ ജോലി കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യത്തെ ഇന്റർവ്യൂ തന്നെ എനിക്ക് ജോലി കിട്ടി. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരുപാട് ആൾക്കാരെ നാട്ടിലായാലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ജോലി കിട്ടിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 6 മാസം ഇംഗ്ലീഷ് കോഴ്സ് കഴിഞ്ഞു, പിന്നെ GED എടുത്ത് CNAക്ക് ചേർന്നപ്പോൾ തന്നെ എനിക്ക് ജോലി കിട്ടി. ജോലി കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേഴ്സ് ആയിട്ടല്ല, ഞാൻ CNA ആയിട്ടാണ് ജോലിക്ക് കയറിയത്. CNA പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ട്രെയിനിങ് ആയിട്ട് എനിക്ക് ജോലി കിട്ടിയത്. അപ്പൊ ജോലി കിട്ടി കഴിഞ്ഞപ്പോ അത് കണ്ടിന്യൂ ചെയ്തു, പഠിത്തവും ജോലിയും കൂടെ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ CNA എടുത്തതാണ്. അങ്ങനെ CNA എടുത്ത് ഫസ്റ്റ് ഇന്റർവ്യൂവിന് പോയപ്പോ തന്നെ എനിക്ക് ജോലി കിട്ടാനുള്ള ഒന്നാമത്തെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഈ ആൾക്കാരെ നോക്കിയിട്ട്. ഞാൻ കുവൈറ്റിൽ പോയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആൾക്കാരെ നോക്കാൻ പോയിട്ടുണ്ട്. കേരളത്തിൽ ഞാൻ പേഷ്യൻസിനെ നോക്കാൻ പോയിട്ടുണ്ട്, ഹോം നേഴ്സായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്നാണ് ആ ജോലി അങ്ങനെയാണ് കിട്ടിയത്. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ CNA എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ നഴ്സിങ്ങിന് ചേരുന്നത്. നഴ്സിങ്ങിന് ചേർന്നിട്ട് ഇപ്പോഴും RNAക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സ്വപ്നം എന്ന് പറയുന്നത് RNA എടുക്കണം എന്നാണ്. കാരണം RNA ആകുമ്പോൾ കുറച്ചുകൂടെ സാലറി കൂടുതലുണ്ട്. അത് മാത്രമല്ല, നമുക്ക് കുറച്ചുകൂടെ ഫ്രീഡം ഉള്ള ലൈഫാണ് നമ്മൾ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മള് അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെഡ് നേഴ്സ് ഉണ്ട്, അവരെയൊക്കെ പറയുമ്പോഴൊക്കെ നമ്മൾ കേൾക്കണം. നമ്മളൊക്കെ താഴെ എന്താ പറയാ നമ്മുടെ ഹെഡ് നേഴ്സ് ഉണ്ട്. അപ്പൊ ഇത് RNA എടുക്കുകയാണെങ്കിൽ നമുക്ക് ഹെഡ് നേഴ്സ് ആവാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിലൊക്കെ ഒരു വിചാരമുണ്ട്, 10-30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ പോകാൻ പാടില്ല. അതൊക്കെ നാണക്കേടാണ് നമ്മുടെ നാട്ടില്. പക്ഷെ ഒരിക്കലും നാണക്കേട് വിചാരിക്കരുത്. നമ്മൾ പഠിക്കലെന്ന് പറഞ്ഞാൽ, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അവസാനിക്കുന്നില്ല. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടിയാലും എത്ര പഠിച്ചാലും നമുക്കത് അറിവ് വീണ്ടും 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 അറിവ് നേടിത്തരുന്ന ഒരു കാര്യമാണ് വിദ്യാഭ്യാസം. അപ്പൊ ഇവിടെ ഞാൻ തന്നെ ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമില് 75-80 വയസ്സുള്ള ആൾക്കാർ വരെ, അതും എഡ്യൂക്കേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞ് അതിലും വലിയ ഡിഗ്രി ഉള്ള ആൾക്കാർ വരെ നമ്മുടെ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പൊ 50, 60, 70, 80 വയസ്സായ ആൾക്കാർ ഒരേ കോഴ്സ് ഏതാ അവർക്ക് അപ്പൊ തോന്നാണ്, ഇപ്പൊ അവര് ചിലപ്പോൾ എഞ്ചിനീയർ ആയിരിക്കും, ചിലപ്പോൾ നേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ ഡോക്ടർ ആയിരിക്കും. പക്ഷെ അവരുടെ റിട്ടയർമെന്റ് ഒക്കെ കഴിയുമ്പോൾ അവര് വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് ബോറിംഗ് ആയിട്ട് അവർ പറയാ, അമ്മ എന്തായാലും പഠിച്ചേക്കാം, വേറെ കോഴ്സ് എടുത്തേക്കാം. അപ്പൊ അവർക്ക് അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ അമേരിക്കയിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ 2 മാസമായിട്ട് ഞാൻ പോകുന്നില്ല. ഞാനത് കണ്ടിന്യൂ ആയിട്ട് അടുത്ത മാസം തുടങ്ങി ക്ലാസ് തുടങ്ങും. അപ്പൊ പോകണം വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എന്റെ നഴ്സിംഗ് എനിക്ക് RNA കംപ്ലീറ്റ് ചെയ്യുന്ന ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ RNA എടുക്കണം. അങ്ങനെ പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ വന്നിട്ട്, ഞാൻ ചോദ്യങ്ങൾക്കല്ലാട്ടോ ഉത്തരം തരുന്നത്. ഇപ്പൊ ഞാനങ്ങനെ ക്വസ്റ്റ്യനുകൾ ഒരുപാട് ഇപ്പൊ നോക്കാറില്ല. ഒന്നാമത് ടൈമില്ലാത്തത് കൊണ്ടൊന്നും നോക്കാറില്ല. അപ്പൊ ബാബാസും ചേച്ചി എപ്പോഴും എൻ്റെ അടുത്ത് പറയും, മോമിക്ക് എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്തൂടെ, മോമിക്ക് കുറച്ച് വർക്കൊക്കെ കുറച്ചിട്ട് ഒരു ക്ലാസ്സെങ്കിലും അറ്റൻഡ് ചെയ്തൂടെ, അങ്ങനെയാണെങ്കിൽ മോമിക്ക് നല്ല കുറച്ചുകൂടെ ബെറ്ററായ ജോലിയും ബെറ്ററായ ശമ്പളമൊക്കെ കിട്ടില്ല. ഇപ്പൊ മോമി ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യണ സമയം കൊണ്ട് കുറച്ചുകൂടെ പഠിച്ചിട്ടാകുമ്പോ മോമി ഇതിന്റെ പകുതി ഹാർഡ് വർക്ക് ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ അവര് മക്കളല്ലേ, അവർക്കറിയില്ലല്ലോ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇപ്പൊ നമ്മൾ മുമ്പോട്ട് പോകണമെന്ന് അവർക്കറിയില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും ഞാന് പഠിത്തം നിർത്തണില്ല, പഠിക്കാൻ പോണം. എന്റെ വലിയ ആഗ്രഹമാണ് CNA അല്ല RNA കംപ്ലീറ്റ് ചെയ്യണം. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതിനെന്തായാലും പോണം, അത് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിലുള്ളവരോടൊക്കെ എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ഈ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡിന്റെ ഫാമിലി കൊള്ളില്ല. ഇപ്പൊ തെസ്നിയുടെ സിറ്റുവേഷൻ തന്നെ എടുക്കുകയാണെങ്കിൽ, തെസ്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങളിവിടെ എൻ്റെ ഹസ്ബൻഡിന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല എഡ്യൂക്കേഷൻ, നല്ലൊരു ജോബ്. തെസ്നിക്ക് മോർ എഡ്യൂക്കേഷൻ ആൻഡ് നല്ലൊരു ജോബായിരുന്നു ഏറ്റവും വലിയ സ്വപ്നം ഞങ്ങളുടെ. ഞങ്ങളെ പഠിപ്പിക്കാൻ വിട്ടുന്ന, അവള് ഏവിയേഷൻ കോഴ്സ് പഠിക്കണം എന്ന് പറഞ്ഞിട്ട്
അവളെ ഞങ്ങൾ ഏവിയേഷൻ കോഴ്സാണ് പഠിക്കാൻ വിട്ടത്. ആ സമയത്ത് അവള് പഠിക്കാൻ പോയില്ല, അവന്റെ കൂടെ കറങ്ങാൻ നടക്കാൻ. ഞങ്ങൾക്ക് അറിയില്ലല്ലോ, പൈസ വേണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പൈസ അയച്ചു കൊടുക്കും. പിന്നെ വീട്ടിലും ആരും അന്വേഷിക്കാനൊന്നുമില്ലല്ലോ. അന്ന് അക്കുവൊക്കെ ഏതോ രാജ്യത്ത് നിന്ന് പഠിക്കുകയായിരുന്നു, അവന് എഞ്ചിനീയറാണ്. അപ്പൊ അവനൊക്കെ പഠിക്കണോണ്ട് തന്നെ വീട്ടിൽ ആരും അന്വേഷിക്കാനില്ലായിരുന്നു. ഇവള് എന്താ പണി, ഇവള് എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്കൊക്കെ ഞാൻ വിളിക്കും. അപ്പൊ ഇവള് പറയും പിന്നെ ഹോസ്റ്റലിലാണ് പഠിക്കാനുണ്ടെന്നൊക്കെ പറയും. ഞങ്ങള് സത്യാന്ന് വിചാരിച്ചു. അപ്പോൾ അവളുടെ എഡ്യൂക്കേഷനും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഒന്നിലൊന്നും എത്തിയിട്ടില്ല. അവള് ഏവിയേഷൻ കോഴ്സിന് എത്രയോ മാസം പോയി, ഒരു പരീക്ഷ കഴിഞ്ഞിന്, പരീക്ഷയൊക്കെ ഉണ്ടായിരുന്നു, അത് അവള് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, ഒന്നാമത്തെ കാര്യം നമ്മുടെ നാട്ടില് വിദ്യാഭ്യാസത്തിന്റെ വില വലുതായിട്ട് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഓക്കെയാണ്. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അവരുടെ എഡ്യൂക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ്, അവരുടെ പഠിത്തവും വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞിട്ടാണ്. എന്നാലും എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ചില പിള്ളേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കെട്ടിച്ച് വിട്ട് കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ജീവിക്കാൻ തോന്നുന്നില്ല. അവര് ഇപ്പൊ തന്നെ എന്തോരം എടുത്ത് നോക്കിയാൽ എത്ര ആൾക്കാരാ മരണപ്പെടുന്ന വീട്ടുകാരുടെ ഇതും കൊണ്ട്. അങ്ങനെ ഞാൻ എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മള് ഉത്സാഹിച്ച് നമ്മൾക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ ആരുടെ മുന്നിൽ നമ്മൾ തോറ്റു കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ തോക്കുകയാണെങ്കിൽ ഞാനൊന്നും ഈ ഭൂമിക്ക് മേലെ ഉണ്ടാവാൻ പാടില്ല. കാരണം അത്രയും അത്രയും സഹിച്ചിട്ടുണ്ട് ഞാൻ. എൻ്റെ ഇവിടുത്തെ അമേരിക്കൻ ഹസ്ബൻഡിനെ കല്യാണം കഴിച്ചിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ പരിഹസിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് വയസ്സിനെ കല്യാണം കഴിച്ചു, അങ്ങനെ എൻ്റെ കുടുംബക്കാരിൽ പെട്ടവർ തന്നെ എന്നെ ഒരുപാട് 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 ചങ്കിൽ കൊള്ളുന്ന വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ കാര്യമാക്കിയിട്ടില്ല. കാരണം ഞാനപ്പോ വിചാരിച്ച ഇതൊക്കെ റബ്ബിന്റെ വിധിയാണ്, അള്ള വിധിക്കുന്നതേ നമുക്ക് വരുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആദ്യത്തെ വിവാഹം ഞാൻ പറഞ്ഞു, അത് കേരളത്തിലായിട്ട് തന്നെ ഒരു ക്രിസ്ത്യൻ ഫാമിലിയിലേക്കാണ് എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോയത്. അയാൾ മുസ്ലിമാന്നും പറഞ്ഞു വന്നു, മുസ്ലിം ആയിന്നും പറഞ്ഞു വന്നു. മുസ്ലിം ആയതിന്റെ തെളിവൊക്കെ ഉണ്ട്, അതൊക്കെ ഓക്കെയാണ്. പൊന്നാനി പോയി മുസ്ലിം ആയതാണ്. മുസ്ലിം ആയിട്ട് കാര്യമില്ലല്ലോ, മുസ്ലിം ആയിട്ട് നടന്നാലേ അതിനുള്ള കാര്യമുള്ളൂ. പിന്നെ എന്നെ അവിടെ കൊണ്ടുപോയി മതം മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, എനിക്ക് തല്ല് കിട്ടിയതിന് കണക്കൊന്നുമില്ല. ആ വീട്ടിൽ നിന്ന് മതം മാറിയിട്ടില്ലെങ്കിൽ എന്നെ കൊല്ലാൻ വേണ്ടി സ്ത്രീ എടുത്ത് ഫാദർ എന്നെ എന്തോരം ഓടിച്ചിട്ടുണ്ട്. ആ നാട്ടുകാർക്കൊക്കെ അറിയില്ല, ചിലപ്പോൾ അവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നെ മനസ്സിലാവും അവർക്ക്. അത്രയ്ക്ക് എന്നോട് ദ്രോഹം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും തോറ്റു കൊടുക്കില്ല, നമ്മൾ റബ്ബിനെ മുറുകെ പിടിക്കുക. പിന്നെ ഇപ്പൊ ആൾക്കാർ പറയും നീ അള്ളാനെ ഓർക്കാത്ത ആളാണ്, അങ്ങനെ ഏതാന്നൊക്കെ പറയും. അതൊക്കെ അവനവന്റെ കാര്യമാണ്. ഞാൻ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ ഖബറിലുണ്ട്, പിന്നെ മറ്റുള്ളവർ നന്മ ചെയ്തിട്ടുണ്ട് അവർക്കുണ്ട്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഞാൻ ആരെയും മുന്നിൽ തോറ്റു കൊടുക്കാൻ പാടില്ല. അങ്ങനെ എല്ലാം തരണം ചെയ്താണ് ഞാൻ ഇവിടം വരെ എത്തിയത്.